അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ലാമൈ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കിട്ടിയിലെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മാംഗോ ഫലൂദ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം വേണ്ടത്, ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് സേമിയ എടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി അടുത്തത്, ഒരു കപ്പിലോട്ട് കുറച്ച് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവട്ടത് അത് ആഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇനി ഒരു മിക്സി ജാറിലോട്ട് ഒരു ചെറിയ മാങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പാല്, പഞ്ചസാര ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുറച്ച് കട്ടി വേണം കേട്ടോ. അപ്പോൾ അതായി. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പാലെടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് നിറയെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുപ്പത്തൊന്നും വെച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട്, കസ്കസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ മാങ്ങ ചെറുതാക്കി മുറിച്ചത്, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷേക്ക്. ഇനി ഇത് റുഅബ്സയാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് ഞാൻ കുറച്ച് റുഅബ്സ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് സിറപ്പ് അതായിട്ട് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫസ്റ്റ് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ ഒരു ടേബിൾ സ്പൂൺ നിറയെ സേമിയ. ഇനി അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ ഷേക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയർ കസ്കസ് ഞാൻ നിറയെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല രസമാണത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ഷേക്ക്. ഇനി ഇതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടിയിട്ടുള്ള മിക്സ് അതും കൂടി ആഡ് ചെയ്യുക. പിന്നെ ബാക്കി കുറച്ച് മാംഗോ, നട്ട്സ്, പിന്നെ സേമിയ ഇതൊക്കെ കൂടിയിട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാനൊരു ചെറിയൊരു ചോക്ലേറ്റ് സ്റ്റിക്കും അതുപോലെ തന്നെ കുറച്ച് ഐസ്ക്രീമും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എളുപ്പത്തിലുള്ള മാംഗോ ഫലൂദ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇൻസ്റ്റൻറ്റ് സേമിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.